ഹലോ മച്ചമാരെ, അപ്പൊ നമ്മൾ ഇന്നുള്ളത് ആനയുടെ ഒരു വിഹാര കേന്ദ്രത്തിലാണ്. എവിടെയാന്ന് വെച്ചാല് മുത്തങ്ങ ഫോറസ്റ്റിലാണ്. ഫോറസ്റ്റ് തുടങ്ങുന്നതിന്റെ കുറച്ച് മുന്നേ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയില്. അപ്പൊ ഇവിടെ കുങ്കി ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ ആനകളെ നമുക്ക് അടുത്ത് നിന്ന് കാണാന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടുത്തെ സമയം രാവിലെ 8:30 to 9 മണിയും പിന്നെ വൈകിട്ട് 4:30 to 5 മണിയാണ് ഫുഡ് കൊടുക്കുന്ന ഈ ഒരു ടൈം. അപ്പോൾ നമ്മള് വൈകിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് അതിന്റെ എൻട്രി. ഇതിലൂടെ നമ്മൾ മേലോട്ടേക്ക് കുറച്ച് കയറി പോകണം. അപ്പൊ നമ്മൾ കറക്റ്റ് 5 മണിക്കാണ് എത്തിയത്. അവർ 5 മണിക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓടിയാണ് അങ്ങോട്ടേക്ക് കയറി പോയത്. സുന്ദരി എന്ന് പറയുന്ന ആനക്കുട്ടിയാണ്. ഈ സുന്ദരി എന്ന് പറയുന്ന ആനക്കുട്ടി 17 വയസ്സ് മാത്രമായിട്ടുള്ളൂ. പല്ലവദേവ് അല്ലെങ്കിൽ PM2 അല്ലെങ്കിൽ പല്ലവദേവ് എന്ന് പറയുന്ന ആനക്കുട്ടി നിരന്തരമായി തമിഴ്നാട് പന്തലൂർ എന്ന പ്രദേശത്ത് ഇറങ്ങി ഒത്തിരി പ്രശ്നമുണ്ടാക്കിയ ആനക്കുട്ടിയാണ്. വിക്രം എന്ന് പറയുന്ന ആനയ്ക്ക് 36 വയസ്സായി. അവൻ ഫേമസ് കുങ്കിയാനയാണ്. ഇവൻ മിനിഞ്ഞാന്ന് വരെയും മേപ്പാടിയിൽ ഡ്യൂട്ടി ആയിരുന്നു. മേപ്പാടി ഡ്യൂട്ടി കഴിഞ്ഞു. അവൻ ഇന്നലെ വന്നതേ ഉള്ളൂ. കാരണം മേപ്പാടിയിൽ ഒരാളെ കാട്ടാൻ ആക്രമിച്ചു വന്നു. അതിനുശേഷം ഡ്യൂട്ടിക്ക് വരുന്നു. ഇന്നവിടെ 3 ആനകൾക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. വനംവകുപ്പിന് 4 ആന ക്യാമ്പുകളുണ്ട്. അതിൽ മുത്തങ്ങയിലാണ് കുങ്കിയാന ക്യാമ്പ്. കുങ്കിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ ആനകളെ നാട്ടിലിറങ്ങുന്നു, കൃഷി നശിപ്പിക്കുന്നു, അതിനെ കാട്ടിലേക്ക് തിരിച്ച് ഓടിക്കുന്നതിന് വേണ്ടിയും അഥവാ ഇനി മയക്കോട് വെച്ച് പിടിക്കുന്നതിന് വേണ്ടിയും ഈ കുങ്കിയാനകളെ ഉപയോഗിക്കുന്നു. നമ്മള് മുത്തങ്ങ പന്തയില് 11 ആനകളുണ്ട്. 11 ആനകളിൽ 6 ആനകള് കുങ്കിയാനകളാണ്. ഒരു ആനയ്ക്ക് 4 കിലോ അരി, അതുപോലെ 3 കിലോ റാഗി, 2 കിലോ ആട്ട, 1 കിലോ ചെറുപയറ്, ശകല ഉപ്പ്, ശർക്കര ഇത് ചേർത്ത് ആനയ്ക്ക് കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം ഇത്രയും വലിയ ജീവിക്ക് ഈ ഭക്ഷണം കൊണ്ട് മതിയാവില്ല. ഇതിന് പുറമെ ഓരോ ആനയ്ക്കും 200 കിലോ പുല്ല്, അതുപോലെ 80 കിലോ പനമ്പട്ടയോ എപ്പോ ആയിട്ട് ഇതിന് കൊടുത്തു വരുന്നു. ഇങ്ങനെയാണ് ആനയ്ക്ക് എപ്പോഴും കൊടുത്തു വരുന്നത്. നമ്മൾ കാലത്ത് 9:30 to 10 വൈകിട്ട് 4:00 to 5 എപ്പോഴും ഇങ്ങനെ ഈ ഭക്ഷണം കൊടുക്കാറുണ്ട്. കേരളത്തിലേക്ക് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കുങ്കിയാന ഇപ്പൊ ഇവിടെയാണുള്ളത്. കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആന. അതിന് ഭക്ഷണം കൊടുക്കാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ചോദിച്ചായിരുന്നു കൊണ്ടുവരുമെന്ന്. പക്ഷെ അതിന് മദപ്പാടിന്റെ ലക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല എന്നാണ് പറഞ്ഞത്. സുരേന്ദ്രൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. സുരേന്ദ്രന് മദപ്പാടിന്റെ ലക്ഷണമുണ്ട് എന്ന് പറയുന്നു. ആ കുട്ടിയാണ് ആ ചെറിയ കുട്ടിയാണ് ചന്തു. ആ കുട്ടിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതിയാണ്. കണ്ടില്ല, കളിക്കാനല്ല, നല്ല വികൃതിയാണ്. അതൊരു കുട്ടിയാനയാണ്. അതിന്റെ വികൃതി നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ ഇവിടെ ടിക്കറ്റ് ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി കാണാന്നേ ഉള്ളൂ. എല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി കാണുക. നല്ല രസമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ അടുത്ത് നിന്ന് തന്നെ സേഫ്റ്റിയോടുകൂടി കാണാൻ പറ്റും. അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോ കാടിനുള്ളിലേക്ക് ഒന്ന് പോയി. അപ്പോൾ കാട്ടാനകളെയും കണ്ടു. ഈ ആന നിൽക്കുന്നത് ഒരു വീടിന്റെ തൊട്ട് മുന്നിലാണ്. അവരൊക്കെ അവിടെ വന്ന് നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവരൊക്കെ അങ്ങ് വീട്ടിലേക്ക് പോയി. കണ്ടപ്പോൾ നല്ല പേടി തോന്നി. ഒരു കൊമ്പൻ ആനേനെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.